ചെറായി ടൂറിസം മേളയ്ക്ക് മുന്നോടിയായി പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, വൈസ് പ്രസിഡന്റ് AN ഉണ്ണികൃഷ്ണൻ, സേതുലാൽ VB തുടങ്ങിയവർ പങ്കെടുത്തു. ബീച്ച് മേള നമ്മളെല്ലാ വർഷവും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വർഷവും നടത്തുന്ന പരിപാടിയാണ്. അത് ഈ വർഷവും നമ്മൾ 25-ാം തീയതി മുതൽ 31 നമ്മുടെ ജനുവരി പിറക്കുമ്പോൾ നമ്മൾ അതുവരെ പരിപാടിയാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം 27-ാം തീയതിയാണ്. നമ്മുടെ മന്ത്രി P. രാജീവാണ് ഉദ്ഘാടനം നടത്തുന്നത്. അപ്പോൾ വിവിധ കലാപരിപാടികളോടുകൂടി നമ്മൾ ഇന്നലെ പതാക ഉയർത്തി തുടക്കം കുറിച്ചു. അതിൻ്റെ തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ പരിപാടി ഉണ്ടായിരുന്നല്ലേ. ഇന്ന് നമ്മുടെ സുനാമി അനുസ്മരണമാണെന്ന് വെച്ചിട്ടുള്ളത് വ്യക്തമായിട്ട് നോട്ടീസിലുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ MTയുടെ ഒരു അനുസ്മരണവും കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ BRC കുട്ടികളുടെ പരിപാടിയാണെന്നുള്ളത്. ഈ അനുസ്മരണം അതോടൊപ്പം തന്നെ നമ്മുടെ അനുസ്മരണം പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ മുൻ മന്ത്രി വിശദീസ് മന്ത്രിയായിട്ടുള്ള ശർമ്മ. പിന്നെ നമ്മുടെ പ്രാണ എന്ന പരിപാടി ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ BRC കുട്ടിയുടെ പരിപാടി. അത് കഴിഞ്ഞ് പിന്നെ നാളെയാണ് നമ്മുടെ 27-ാം തീയതിയാണ് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഔദ്യോഗിക ഉദ്ഘാടനം. അതിന് നമ്മൾ കൈകൊട്ടിക്കളി ഒരു മത്സരത്തിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. 8 ടീമിനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 8 ടീമും ആയി കഴിഞ്ഞ് നമ്മൾ അത് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഉദ്ഘാടനം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അതിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 4-ാം ദിവസം 28-ാം തീയതി ശനിയാഴ്ച ഡാൻസ് ഫസ്റ്റാണ്. അത് കഴിഞ്ഞ് പിന്നെ 5-ാം ദിവസം ഗസൽ സന്ധ്യ വരെയും പാട്ടും. അത് കഴിഞ്ഞ DJ. പിന്നെ 6-ാം ദിവസം നമ്മുടെ ഫോക്ലോർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ MLAയുടെ ഒരു പരിപാടിയാണ്. വയനാട് കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഗതിക നാടൻ പാട്ടും ദൃശ്യാവിഷ്കരണവും. അത് കഴിഞ്ഞിട്ട് കുറ്റിപ്പുറം നാട്ടകം. ഇത് 31-ാം സമാപന സമ്മേളനമാണ്. അത് നമ്മുടെ ഉദ്ഘാടനം MLA. ഒന്ന് വഖഫായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണ യോഗമുണ്ട്. അതും ഇതും കൂടി വെച്ചിട്ടാണ് ഡേറ്റ് തന്നേക്കുന്നത്. ഇതുവരെ നമുക്ക് വേറെ ഒരു അറിയിപ്പ് തന്നിട്ടില്ല. ആഘോഷ പരിപാടിയല്ല, ഇത് ആഘോഷ പരിപാടിയാണ്. എങ്ങനെയാണ് എന്തായാലും അറിയില്ല. മന്ത്രി വരുന്നതാണ്. ഇന്ന് കോണ്ടാക്ട് ചെയ്യും. കാരണം ഇന്നലെ രാത്രിയാണല്ലോ ഇത് ഉണ്ടാവുന്നത്. കഴിയുന്നതും അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റന്നത്തേക്ക് മാറ്റിയിരിക്കുന്നല്ലോ. ഇല്ല, എന്ത് ഉദ്ഘാടനം നമുക്ക് എന്തായാലും മന്ത്രിയായിട്ട് കോണ്ടാക്ട് ചെയ്യട്ടെ. അങ്ങനെ കിട്ടൂല. കാരണം നമുക്ക് 25-ാം തീയതിയാണ് നമ്മൾ മന്ത്രിനെ ഉദ്ദേശിച്ചത്. പക്ഷേ ഡേറ്റ് മാറിയത് കൊണ്ടാണ് അന്ന് നമ്മൾ പതാക ഉയർത്തൽ മാത്രമായിട്ട് ചുരുക്കി ഇന്ന് ഒഫീഷ്യൽ ഉദ്ഘാടനം. അത് പുള്ളിയുടെ വേറെ ഡേറ്റ് ഇല്ല. ആ ഡേറ്റാണ് നമുക്ക് തന്നേക്കുന്നത്. അവിടെ വരുമ്പോ നമുക്ക് അവിടെ വരുന്നതും ഇതും രണ്ടും രണ്ടാണ്. സംസ്ഥാന സർക്കാർ